എനിക്ക് പറയാനുള്ളത് 40 ദിവസത്തെ ഒരു ജമാഅത്തുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്ന് വിളിച്ചാൽ അതിൽ പെട്ടുപോയി ഈമാന് നഷ്ടപ്പെടുത്തല്ല, ആഖിബത്ത് മോശമാക്കല്ല. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് ശരിയായ വിശ്വാസമാണ്. കുടുംബത്തെ നോക്കാതെ, ഭാര്യയെ നോക്കാതെ, മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഒരു ജമാഅത്തിനും പോകാൻ അല്ലാഹുവിന്റെ ദീന് നമ്മളെ സമ്മതിക്കുന്നില്ല. അതിനൊരിക്കലും അല്ലാഹു അങ്ങനെ പോകാൻ പറഞ്ഞിട്ടില്ല. ഒരു ദീനും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. സ്വന്തം ഭാര്യമാര് കല്യാണം കഴിച്ചവരാണോ അവര് സ്വന്തം ഭാര്യയെ നോക്കണോ, അതുപോലെ മാതാപിതാക്കളെ നോക്കണോ, അവരെ ശുശ്രൂഷിക്കണോ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധമായ യുദ്ധത്തിന് വേണ്ടി പോകാൻ സമ്മതം ചോദിച്ചൊരു സ്വഹാബി വന്നു. യുദ്ധമെന്ന് പറഞ്ഞാൽ ജമാഅത്തിനേക്കാളും വലുതല്ലേ? അതേ, സിയാറത്തിനേക്കാളും വലുതല്ലേ? അതിനേക്കാൾ ദിക്റിനേക്കാളും വലുതല്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് മുത്തുനബിയുടെ ഹളറത്തിലെത്തിയപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു ചോദിച്ചു, മോനെ നിനക്ക് ഉമ്മയുണ്ടോ, നിനക്ക് ഉപ്പയുണ്ടോ? ഉണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, വയസ്സായി കിടക്കുകയാണ്, വളരെ പ്രായാധിക്യം കൊണ്ട് വിഷമിക്കുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, നിനക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നതിനേക്കാളും നിനക്ക് ഉത്തമമായത് നിന്റെ വയസ്സായ ഉമ്മയെ നോക്കലാണ്, നിന്റെ ഉപ്പയെ പരിശുശ്രൂഷിക്കലാണ്, നിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കലാണ്, മക്കളെ നന്നായി പോറ്റലാണ്, അവരുടെ ദുനിയവിയും ഉഖ്റവിയുമായ ആ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കലാണ്. അല്ലാതെ കുടുംബം വേണ്ട, ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭാര്യ വേണ്ട, ഭർത്താക്കന്മാര് വേണ്ട എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം യാത്ര പോയിട്ട് സ്വന്തം കുടുംബത്തെ നോക്കാതെ, ഉപ്പയെ നോക്കാതെ, ഉമ്മയെ നോക്കാതെ വലിയ മുത്തഖിയായി കളയാം, വലിയ സ്വാലിഹായി കളയാം, വലിയ ആബിദായി കളയാം എന്ന ധാരണയുണ്ടല്ലോ, അത് തെറ്റായ ധാരണയാണ്. അത് അല്ലാഹ് പൊരുത്തപ്പെടുന്ന യാത്രയല്ല. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മുസ്ലിമായി ജീവിച്ച് ശരിയായ അഖീദയിൽ അടിയുറച്ച് ജീവിച്ച് വിശ്വസിച്ച് മുഅ്മിനായി മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ, തബ്ലീഗ് ജമാഅത്തിന് വലിയ ഫത്വ കൊടുത്ത ആളാണ് അബ്ദുർ റഷീദ് റിള. സുബ്ഹാനല്ലാഹ്, ആ റഷീദ് റിളയുടെ ഫതാവ റഷീദിയ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് കാണൂല, വഫാത്തിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയൂല, അല്ലാഹുവിന്റെ റസൂല് ഒന്നും അറിയൂല. ഇത് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണോ? ഈ വിശ്വാസവുമായി ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്, അത് ഖുർആനിനെതിരല്ലേ? അത് ഹദീസുകൾക്ക് എതിരല്ലേ? ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, അത് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് യഹൂദിയായ തൗറാത്തിലും ഇൻജീലിലും സബൂറിലും വലിയ അവകാശമുള്ള സയ്യിദ് ഇബ്നു സഅനാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വരികയാണ്. യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ മുഹമ്മദ് നബിയേ, നിങ്ങൾക്ക് സാമ്പത്തികമായി പല പണവും ആവശ്യമുണ്ടോ? വല്ല കടവും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാവൽക്കട്ട ഹസ്രത്ത് അവറുകള് അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സിലെത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്കുക. അൽഹംദുലില്ലാഹ്.
പിഴച്ച ബിദ്അത്തിനെതിരെയും തബ്ലീഗ് ജമാഅത്തിന്റെ വികലമായ വിശ്വാസങ്ങൾക്കെതിരെയും പടപൊരുതുന്ന ആളാണ് പ്രിയപ്പെട്ട കാവൽക്കട്ട ഹസ്രത്ത്. വലിയ സ്ഥാപനം തന്നെ മഹാബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അതിനെതിരായി നിർമ്മിച്ച് അങ്ങനെ ദഅവത്തിന്റെ മേഖലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ മുറാദും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ഒറ്റ കാര്യം, അവരുടെ ദുആയും അവരുടെ ഉപദേശങ്ങളും കുറഞ്ഞ സമയം നടക്കുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സെയ്ദ് ഇബ്നു സഅന അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് കടം ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കടം ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് പറഞ്ഞോളി. ആർക്കും ആവശ്യമില്ലാത്തല്ലേ? എല്ലാവർക്കും ആവശ്യമുണ്ട്. കടം ആവശ്യമില്ലാത്ത ഒരാളുമില്ല. പക്ഷെ വാങ്ങാൻ നല്ല ഉഷാറുണ്ടാവും, കൊടുക്കാനൊരു ഉഷാറ് കുറവുണ്ടാവും. അവധിയും കഴിഞ്ഞ് പിന്നെയും കഴിഞ്ഞ് അയാളെ കാണാനില്ല, പിന്നെ ഫോൺ വിളിച്ചാലും എടുക്കൂല. കടം കൊടുത്തിട്ട് ബന്ധങ്ങൾ തെറ്റി എത്ര ആളുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് കുറെ മലഞ്ചെരിവുകളിൽ താമസിക്കുന്ന ആളുകൾ വന്നു. അല്ലാഹുവിന്റെ ദീനിലേക്ക് വന്നവരാണവർ. സക്കാത്തിന്റെ സമ്പത്ത് വിതരണം ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട ഒരു വിഭാഗം ആളുകൾ പരിശുദ്ധമായ ദീനിലേക്ക് വന്ന ആളുകളാണ്. ദീനിലേക്ക് വന്നവരെങ്ങനെ അയാൾ വലിയ പണക്കാരനായിട്ടുണ്ടെങ്കിൽ അയാൾ പരിഗണിക്കണം എന്നല്ല, മറിച്ച് അയാൾ ദീനിലേക്ക് വന്നു, അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അയാൾ ഇസ്ലാമിൽ ഒന്നും കൂടെ ഉറച്ചു നിൽക്കാൻ അത് കാരണമാകും. അങ്ങനെയുള്ള പൊതുവിശ്വാസികളായ ആളുകളെ സക്കാത്തിന്റെ സമ്പത്തിൽ നമ്മൾ 7-8 വിഭാഗങ്ങൾ എണ്ണിയപ്പോ അതിലൊരു വിഭാഗം അവരാണ്. അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന കുറെ ആളുകൾ, അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അവർക്കൊരു സമാധാനമാകുമല്ലോ എന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ച് അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന സമയത്താണ് സെയ്ദ് ഇബ്നു സഅന എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ അള്ളാന്റെ റസൂലിന്റെ ഹളറത്തിൽ വന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് കടം ആവശ്യമുണ്ടോ നബിയെ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഉണ്ട്, എനിക്ക് ആവശ്യമുണ്ട്. എത്രയാ വേണ്ടത്? എത്ര തന്നാലും സ്വീകരിക്കും. വലിയ ഒരു സംഖ്യ സെയ്ദ് ഇബ്നു സഅന കടമായി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. അള്ളാന്റെ റസൂലിന് വലിയ ആശ്വാസമായി. ആ കടം കിട്ടിയ പണം ഈ പാവപ്പെട്ട ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്കൊക്കെ വീതിച്ചു കൊടുത്തു. അവർക്കൊക്കെ വലിയ സന്തോഷമായി. അവരെല്ലാവരും സന്തോഷത്തോടുകൂടെ പിരിഞ്ഞുപോയി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സെയ്ദ് ഇബ്നു സഅന വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഞാൻ കടം തന്ന പണം എനിക്കിപ്പോൾ തിരിച്ചു തരണോ? സുബ്ഹാനല്ലാഹ്, അന്യായമല്ലേ? ഒരു അവധി നിശ്ചയിച്ചിട്ട് അവധിക്ക് മുമ്പ് കടം തിരിച്ചു ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല, ഇല്ല. സെയ്ദ് ഇബ്നു സഅന കടം തിരിച്ചു ചോദിച്ചു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഉറയിൽ നിന്ന് വാളങ്ങോട്ടൂരി, നബിയേ ഒന്ന് സമ്മതം തരണം നബിയേ, ആ ജൂതനായ സെയ്ദ് ഇബ്നു സഅനയുടെ തല ഞാൻ ഈ വാളുകൊണ്ട് എടുത്തു മാറ്റട്ടെയോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട ഉമറേ, പറ്റൂല ഉമറേ. പ്രായച്ചിത്തമായി ആ പണം തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ, ഒരു 20 ദീനാർ അധികം കൊടുക്കണേ ഉമറേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ഇബ്നു സഅനക്ക് വല്ലാത്ത അത്ഭുതമായി. ഇതെന്തൊരു പരിപാടിയാണ്? കടം തിരിച്ചു ചോദിച്ച ആള് അയാള് സമയത്തിന് മുമ്പ് തിരിച്ചു ചോദിച്ചപ്പോ അയാൾക്ക് കടം കൊടുത്താൽ മാത്രം പോരാ, കടം തന്ന പണം തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ, ഒരു 20 ദീനാർ അധികമായി കൊടുക്കണമെന്നാണോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ എന്തിനാണ് നബിയെ ഒരു 20 ദീനാർ അധികം കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങളെ ആ മനുഷ്യൻ വന്നിട്ട് അയാള് കടം തന്ന പണം തിരിച്ചു ചോദിച്ചപ്പോ അദ്ദേഹത്തെ കൊന്നുകളയണമെന്ന് മനസ്സിലൊരു ചിന്ത വന്നില്ലേ? അത് അല്ലാഹ് പൊരുത്തപ്പെടാത്ത ചിന്തയാണ് ഉമറേ. അതിന് പ്രായച്ചിത്തമായി ഒരു 20 ദീനാർ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പണവും 20 ദീനാറുമായി അതാ സെയ്ദ് ഇബ്നു സഅനയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്.
സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പണവും ആ 20 ദീനാറും സയ്യിദ് ഇബ്നു സഅനയുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സയ്യിദ് ഇബ്നു സഅന പണം എണ്ണാൻ തുടങ്ങി. എണ്ണി അവസാനം അധികമായി 20 ദീനാറ് കണ്ടപ്പോ സയ്യിദ് ഇബ്നു സഅന ചോദിച്ചു, ഇതെന്താണ്, എന്തിനാണ് ഒരു 20 ദീനാറ് അധികമായി തന്നത്? സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്ന സംഭവങ്ങൾ മുഴുവനും സയ്യിദ് ഇബ്നു സഅനയുടെ മുന്നിൽ അങ്ങ് പറഞ്ഞു. സയ്യിദ് ഇബ്നു സഅന പിന്നെ ഒരു നിമിഷം പോലും നിന്നില്ല. മുഴുവൻ പണവും എടുത്ത് ഇലാ ഹദറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുകയാണ്. നബിയേ, ഈ പണം എനിക്കുള്ളതല്ല യാ റസൂലല്ലാഹ്. ഇത് മുഴുവനും നേരത്തെ കടം തന്ന പണവും 20 ദീനാറും ഇതെല്ലാം മുത്തുനബിക്കുള്ളതാണ് നബിയേ. എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ നബിയേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി സയ്യിദ് ഇബ്നു സഅന അല്ലാഹുവിന്റെ ദീനിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റിയതാണ് സയ്യിദ് ഇബ്നു സഅന? അവിടുന്ന് പറഞ്ഞു, നബിയേ, ഞാൻ ഇങ്ങനെ തൗറാത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോ ആ തൗറാത്തിൽ മുത്തുനബിയുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഓരോ ഭാഗങ്ങളും ഞാൻ ഇങ്ങനെ കാണുമ്പോ ഞാനതിങ്ങനെ ശ്രദ്ധിച്ചു നോക്കും. ഈ സ്വഭാവം മുത്തുനബിയിലുണ്ടോ? ഈ സ്വഭാവം മുത്തുനബിയിലുണ്ടോ? ഈ സ്വഭാവം മുത്തുനബിയിലുണ്ടോ? എല്ലാ സ്വഭാവവും മുത്തു റസൂലുള്ളാഹി തങ്ങളിലുണ്ട്. പക്ഷേ ഒരു സ്വഭാവം മാത്രം ഞാൻ കണ്ടില്ല നബിയേ. അതെന്ത് സ്വഭാവമാണെന്നറിയുമോ? ഇന്നക ഹലീമുൻ ഇൻദൽ ഗളബി. ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ അങ്ങ് വല്ലാത്ത ക്ഷമയുള്ള നേതാവാണെന്ന് ഞാൻ തൗറാത്തിൽ കണ്ടിട്ടുണ്ട് നബിയേ. അങ്ങനെ ദേഷ്യം പിടിക്കും അങ്ങനെ ഒരു സ്വഭാവം തങ്ങളിലുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ പണം കടമായി തന്നത്. സുബ്ഹാനല്ലാഹ്. സമയത്തിന് മുമ്പ് ഞാൻ തിരിച്ചു ചോദിച്ചത്, അപ്പോൾ എന്നോട് ദേഷ്യം പിടിച്ചില്ല. എന്നോട് ദേഷ്യം പിടിച്ച ഉമർ തങ്ങളോട് നിങ്ങൾ 20 ദീനാർ പ്രായശ്ചിത്തം കൊടുക്കാൻ പറഞ്ഞില്ലയോ നബിയേ? ഇതെന്തൊരു സ്വഭാവമാണ് നബിയേ. അതുകൊണ്ടാണ് യാ റസൂലല്ലാഹ് ഈ പരിശുദ്ധമായ ദീനിന്റെ സുന്ദരമായ പവിത്രമായ ദീനിലേക്ക് ഞാൻ വന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം, അവിടുത്തെ ജീവിതം അത് നമ്മുടെ മുന്നിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവിടുത്തെ വഫാത്തോ, മരണത്തിന്, അതേ മരണം എങ്ങനെയാണ് ഖൈറാകുന്നത്? അതാണ് തുഅറദു അലയ്യ അഅമാലുക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് നമ്മളെ കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് നമ്മളെ അറിയുന്നുണ്ട്. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിനെതിരാണ് ഫതാവ റഷീദിയയിലെ റഷീദുർ റിളാ എന്ന് പറയുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് എഴുതി വെച്ച വികലമായ വിശ്വാസം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ ഗൈബ് അറിയുകയില്ല എന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയുടെ 1-ാമത്തെ ഹദീസിന് എതിരല്ലേ? പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയുടെ 1-ാമത്തെ ഹദീസ് തന്നെ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് അമതേ നീയത്ത് നന്നാകുമ്പോഴാണ്. എപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞത്? സ്വഹാബത്തിന്റെ കൂട്ടത്തില് മദീനയിലേക്ക് ഹിജ്റ പോകാൻ ഉദ്ദേശിച്ചവരില്, അതേ നല്ല നിലയ്ക്ക് ഹിജ്റ പോകാൻ ഉദ്ദേശിച്ചവരുണ്ടായിരുന്നു. കൂട്ടത്തിൽ ചില ആളുകള് അങ്ങനെ ഹിജ്റ പോകുമ്പോൾ അങ്ങനെ ഹിജ്റയിലൂടെ അവിടെയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാമല്ലോ എന്ന ചിന്തയുള്ള ചില ആളുകൾ ആ യാത്രയിലുണ്ടായിരുന്നു. യാത്രക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നു. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നീയത്ത് കൊണ്ടാണ്. നീയത്ത് നന്നാക്കിയാലേ അമല് സ്വീകരിക്കുകയുള്ളൂ. ഇത് അല്ലാഹുവിന്റെ റസൂലിന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ? അവരുടെ മനസ്സ് വായിക്കാൻ, അവരുടെ ഖൽബിലുള്ളത് വായിക്കാൻ കഴിവുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പറയട്ടെ, വികലമായ വിശ്വാസങ്ങളിൽ
പെട്ടുപോയി ആരെങ്കിലും നമ്മുടെ അടുക്കലേക്ക് വരുമ്പോ അങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ പെട്ടുപോയി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ആധികാരികമായ പണ്ഡിത സംഘടന ആ മഹാരഥന്മാരായ നമ്മുടെ ഉലമാക്കള് അതിനുവേണ്ടി മണിക്കൂർക്ക് ദിവസങ്ങളോളം അത് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അവരുടെ ഗ്രന്ഥങ്ങൾ പരതി അവരുടെ വികലമായ വിശ്വാസങ്ങളെ കുറിച്ച് പഠിച്ച് ഈ ഉമ്മത്തിന് ബോധോദയം നൽകി ഈ ഉമ്മത്തിന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി നിങ്ങൾ അവരുമായി ബന്ധപ്പെടാൻ പാടില്ല നിങ്ങൾ അവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല അവരിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല അവരുടെ വിശ്വാസം വികലമായ വിശ്വാസമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് ഞാൻ പറയട്ടെ അല്ലാഹു ആ വിശ്വാസത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസത്തിൽ ജീവിച്ച് ഈമാനോടെ ജീവിച്ച് നല്ലവരായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഹനഫി മദ്ഹബുകാരായ ആളുകൾ ജീവിക്കുന്ന ഒരു നാടാണ് ഉപ്പളയുടെ നാട് മാഷാ അല്ലാഹ് ഇമാമുൽ ആദം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവേ അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ് അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സയ്യിദുനാ ഇമാമുനാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹളറത്തിലെത്തിയപ്പോ സുബഹിയുടെ സമയമായിട്ടുണ്ട് ഇമാമുനാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് സുബഹി നിസ്കരിക്കുകയാണ് ആ സുബഹി നിസ്കാരത്തിലെ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോടുള്ള ബഹുമാനം കൊണ്ട് ആദരവ് കൊണ്ട് സ്നേഹം കൊണ്ട് അന്നത്തെ സുബഹി നിസ്കാരത്തിലെ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുനൂത്ത് ഓതിയില്ല വലിയ മഹബ്ബത്ത് കാണിച്ചില്ലേ പരസ്പരം മദ്ഹബിന്റെ ഇടയിൽ ചെറിയ മസ്അലാപരമായ തർക്കങ്ങൾ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതെല്ലാം ശരിയാണ് അതെല്ലാം സത്യമാണ് അതെല്ലാം ഹഖാണ് വേണ്ടവർക്ക് വേണ്ടത് സ്വീകരിക്കാം യാതൊരു പ്രശ്നവുമില്ല ഒരു പ്രയാസവുമില്ല പരസ്പരം സ്നേഹത്തോടെ കഴിയേണ്ടവരാണ് അവരെ നമുക്ക് കല്യാണം കഴിക്കാം നമ്മളെ അവർക്കും കല്യാണം കഴിക്കാം ഒന്നിച്ച് കുടുംബജീവിതം നയിക്കാം കല്യാണം കഴിഞ്ഞ സ്ത്രീക്ക് ഹനഫി മദ്ഹബിലായി ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല പരസ്പരം സ്നേഹിക്കണേ ഹുബ്ബ് വെക്കണേ അവരുടെ പള്ളികളിൽ നിസ്കരിക്കാൻ പോകണം അവരുടെ ആളുകളെ ബഹുമാനിക്കണം ആദരിക്കണം യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഇടയിലില്ല അല്ലാഹുവേ നീ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ് ഞങ്ങളെ വിശ്വാസങ്ങൾ നീ നന്നാക്കി തരണേ അല്ലാഹ് ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ